ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവ് ഒരുക്കിയ അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ്. ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കും. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത്. ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 22 to 25. വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല. വെളിപ്പെടാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല. ഗൂഢമായത് ഒന്നുമില്ല. വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല. മറവായത് ഒന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും. അധികമായും കിട്ടും. അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും. ഉള്ളവന് കൊടുക്കും. ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ ഇല്ലാത്തവനോടോ ഉള്ളത് കൂടെ എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു. വെളിപ്പെട്ടതൊന്നുമല്ല വലുത്, വേറെന്തോ വെളിപ്പെടാനുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൊതിയുള്ളൊരു ഭാഗം പറയാം. ഇപ്പോൾ അനുഭവിക്കുന്നതൊന്നും അല്ല ദൈവം നിനക്ക് വെച്ചേക്കുന്നേ, ഇനിയും ധാരാളം കാര്യം വെളിപ്പെടാനുണ്ട്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവിന് സ്തോത്രം, മറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവം വെളിപ്പെടുത്തും. നിന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതെല്ലാം ഇന്നത്തെ ശുശ്രൂഷയിൽ കർത്താവ് വെളിച്ചത്ത് കൊണ്ടുവരും. നിന്റെ തടസ്സം ദൈവം വെളിപ്പെടുത്തി തരും. നിന്റെ കുഞ്ഞിന്റെ ഭാവി ദൈവം വെളിപ്പെടുത്തി തരും. വിശ്വാസക്കങ്ങൾ കണ്ടോണ്ട് വിളിച്ചു പറ, മറഞ്ഞിരിക്കുന്ന പലതും ദൈവം വെളിപ്പെടുത്തി തരും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, ഞാനും ചിലതൊക്കെ വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിനക്ക് തടസ്സം നിൽക്കുന്ന ചിലതിനെ ഇന്ന് മൂടോടെ പിഴുതെറിഞ്ഞിട്ട് നിന്റെ വീടിനകത്ത് ദൈവം സ്വൈര്യത കൽപ്പിക്കാൻ പോകുകയാ. യേശു എന്താണ് ഈ ഭാഗം വെളിപ്പെടുത്താൻ കാരണം? നമുക്ക് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സ് 15 15-ാമത്തെ വാക്യം. വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. ഈ 1 മുതലുള്ള വാക്യങ്ങളിലെ യേശു ഒരു ഉപമ വെളിപ്പെടുത്തുക. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. പ്രൈസ് ഗോഡ്. വിതച്ചപ്പോൾ ചിലത് വഴിയരികിൽ വീണു, വേറെ ചിലത് പാറസ്ഥലത്ത് വീണു, വേറെ ചിലത്
മുള്ളിനിടയിൽ വീണു. വേറെ ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണതിന് 100 മേനി വിളവ് വെളിപ്പെട്ടു. അപ്പം ഈ വിത്തിൽ നിന്നെല്ലാം വെളിപ്പെടേണ്ടത് എന്താ? 100% വിളവ. നീ എന്ന വിത്തിനകത്തുനിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് 100% വിളവ. മനസ്സിലാക്കിയില്ല? ഒന്നുകൂടെ പറയാം. നിന്റെ ഹൃദയം എന്ന വയലിനകത്ത് ഇന്ന് വചനമെന്ന വിത്ത് ഇടുന്നതിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് 100 പേര് വിളവ. ഈ ആദ്യമേ യേശു ഈ ഉപമ പറയുമ്പോൾ ഉപമ ആർക്കും പിടികിട്ടത്തില്ല. ഉപമയായിട്ട് നിൽക്കുക. പക്ഷെ യേശു ഉപമ വ്യാഖ്യാനിച്ചു കൊടുക്കുക. കർത്താവിന് സ്തോത്രം. എപ്പോഴും നോക്കണം, നമുക്ക് ദൈവം ബോധ്യപ്പെടുത്തി തരുന്ന എല്ലാ വേദഭാഗത്തിനകത്തും ധാരാളം അനുഗ്രഹിക്കപ്പെട്ട വ്യാഖ്യാനങ്ങളുണ്ട്. ദൈവം വ്യാഖ്യാനിച്ചു കൊടുക്കുക. വിത്തിന്റെ അല്ലെങ്കിൽ ആ വിതയുടെ വെളിപ്പാട് വെളിപ്പെടുത്തി കൊടുക്കുക. വായിച്ചു കേട്ടെ. 15-ാം വാക്യം. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ടയുടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ നെല്ല് വിതയ്ക്കുന്നത് എങ്ങനെയാ? നില ഒരുക്കുക അല്ലേ? അല്ല, ചുമ്മാ ഉണ്ട് കാട്ടിനകത്തോട് എന്നാ പിന്നെ ഉണ്ടാക്കിയെന്ന് പറയുന്നോ? ആണോ? അല്ല, ഒറ്റ പച്ച നാമ്പില്ലാതെ നുള്ളിപ്പിഴുത് കളഞ്ഞ് കലപ്പ കൊണ്ട് ഉഴുതി മറിച്ച് വെള്ളം കയറ്റിയിറക്കി അതിനകത്താ വിത. ആ നിലത്തെ യേശു ഉപമിക്കുക. ആ നിലം നിന്റെ ഹൃദയമാണ്. പിടികിട്ടിയോ? ആ നിലം എന്താണ്? ഹൃദയം. അച്ചായൻ അടിപൊളിയാ. റൈമണ്ടിന്റെ ഗ്ലാസ് ഒക്കെയാ വെച്ചേക്കുന്നേ. ഗ്ലോറി. റാഡോടെ വാച്ചാ കെട്ടിയേക്കുന്നേ. ജീസസ്. ഹഷ് പപ്പീസിന്റെ ഷൂ ആയിട്ടേക്കുന്നേ. മിണ്ടുന്നില്ല. ജീസസ്. ടൈബറിന്റെ പാൻ്റായിട്ടേക്കുന്നു. ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടായിട്ടേക്കുന്നു. പക്ഷേ ഹൃദയം പറവോനെ പോലെ. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് കയറാനാ. ആൻറ്റി അടിപൊളിയാ. 40,000 രൂപയുടെ സാരിയാണ് കൊടുത്തേക്കുന്നത്. 7,000 രൂപയുടെ ചെരുപ്പ്, 5,000 രൂപയുടെ വാച്ച്. പക്ഷേ ഹൃദയം കൊള്ളത്തില്ല. ഇങ്ങോട്ട് നോക്ക് പറയാം. ഹല്ലേലൂയ. ഞാൻ ഈയിടെ ഒരു വിവാഹത്തിന് ചെന്നേ. ഒത്തിരി ആൾക്കാർ ആ വിവാഹത്തിൽ ഇങ്ങനെ പങ്കെടുക്കുക. ഒരു മനുഷ്യൻ ദൂരെ നിന്ന് വരുന്നൊരു വണ്ടി വരുന്നത് കണ്ടപ്പോൾ ഓഡിയുടെ ഒരു ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്. അതിങ്ങനെ പകൽ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ ആൾക്കാർ ആരാണ്ട് രാജാവാടാ വരുന്നതെന്ന് പറഞ്ഞു. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോൾ കൂടെ വന്ന ആൾ പറഞ്ഞു, ഇങ്ങേരെ ആള് ഭയങ്കരമാ. ഇങ്ങേരുടെ വീട്ടിൽ 3 ബെൻസ്. ജീസസ്. ആമി. പിന്നെ റേഞ്ച് റോവർ. ഇങ്ങനെ കുറേ വണ്ടിയുടെ ലിസ്റ്റ് പറഞ്ഞു. പക്ഷെ ഡോറ് തുറന്നിറങ്ങിയപ്പം ദേഹം മുഴുവൻ വെള്ളപ്പാണ്ട്. ഇങ്ങോട്ട് നോക്ക്. സ്കിന്നെല്ലാം ചൊറിഞ്ഞ് പൊട്ടിയിട്ടൊരു അലർജിയാ. ഇങ്ങനെ ടിഷ്യൂ കൊണ്ട് ഒപ്പുക. ആ വിഭാഗത്തിൽ ആ മനുഷ്യൻ ഒറ്റപ്പെട്ട് മാറി നിൽക്കുക. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, വില കൂടിയ ഓടി വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ടോ, മിറ്റത്ത് 4 ബെൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, തൻ്റെ ശരീരത്തിലെ ഒറ്റ അലർജി സമൂഹത്തിൽ നിന്ന് ഒരാൾ കൈ കൊടുക്കാൻ വരെ അറയ്ക്കുന്നു. എടാ, നിന്റെ വീട്ടുമുറ്റത്ത് ഓടിയില്ലെങ്കിലും നിന്റെ വീട്ടുമുറ്റത്ത് വില കൂടിയ ബെൻസിലേലും പേടിക്കണ്ട. നിനക്ക് സമൂഹത്തിൽ തലപൊക്കി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. എടാ, ദൈവം ചെയ്ത ഉപകാരം ഓർത്ത് സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യണം. നിനക്ക് തന്ന ആരോഗ്യം ഓർത്ത് സ്തോത്രം ചെയ്യണം. എത്രയോ പേര് ഇവിടം തൊട്ട് താപ്പോട്ട് തളർന്നു കിടപ്പുണ്ട് അല്ലേ? ഒന്ന് വീണതാ. നമ്മളൊക്കെ എന്നോരു വീഴ്ച വീണു. വീഴുക, എഴുന്നേറ്റ് പോകിയ. ശരിയല്ല, ഞാനൊക്കെ എന്നോരു വീഴ്ച വീണിട്ടുണ്ട്. വീണേന് നീ എഴുന്നേറ്റ് പോയില്ലേ? എന്നാ നിന്നെ താങ്ങിയ ഒരാള്. നിങ്ങൾ നോക്കിയേ, ഒരു രോഗിയെ കാണുമ്പോ നീ ദൈവത്തെ സ്തുതിക്കണം. കാരണം നിനക്കത് വരാതെ ദൈവം സൂക്ഷിച്ചല്ലോ. ആമേൻ. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട്. അതിന് വേണ്ടത് ഹൃദയം നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്തൊരുക്കി കൊടുക്കണം? ഹൃദയം. ഇനി ഈ നമ്മൾ നിലം ഒരുക്കുന്നത് എങ്ങനെയാ? ഇപ്പോൾ ഒന്ന് നിലം ഇപ്പോഴത്തെ പിള്ളേർക്ക് നിലം എന്ന് പറഞ്ഞാൽ പോലും അറിയത്തില്ല. നിലം ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ കണ്ടിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാമേ. ഞാറെല്ലാം പൊങ്ങി നിൽക്കുന്ന ഈ പ്രത്യേകിച്ച് ഈ കുട്ടനാടുകാർക്കൊക്കെ ശരിക്കറിയാം. അവിടെ ഈ
കാളയും കലപ്പ, ഇപ്പോഴാ ട്രാക്ടറൊക്കെ, പണ്ടൊക്കെ കാളയും കലപ്പ, ഇതിങ്ങനെ കയറി ഉഴുത് മറിക്കും ഒരു ദിവസം. ആമീൻ. പിന്നെ കലപ്പയ്ക്ക് കൂട്ടിയടിക്കും ഒരു പണിയുണ്ട്. കയറി വന്ന പൊങ്ങിക്കിടക്കുന്ന പച്ചിലയൊക്കെ ഈ കലപ്പയും കൊണ്ട് പോകുന്നവൻ ചവിട്ടിത്താക്കും. പൊങ്ങാതിരിക്കാനാ, വേദ നടക്കാൻ പോവുക. വെള്ളം കയറ്റി മണ്ണൊരുക്കിയിടും. എന്നിട്ടാണ് വിത്ത് കുതിർത്ത് വെച്ചു വിതയ്ക്കാൻ ഇറങ്ങുന്നത്. അല്ല ചുമ്മാ ഒരു ദിവസം രാവിലെ ഒരു ബുധനാഴ്ച ഞാൻ അവിടെ ഇരുന്നു ഗ്ലോറി വിക്ടറി രക്തം ചെയ്യുന്നുണ്ട് വിതച്ചു, ഇപ്പം ഭയങ്കര ഫലമാണെന്നല്ല. ഗ്ലോറി നിന്റെ അകത്തൂടെ തിരുവചനത്തിന്റെ കലപ്പയൊന്ന് കയറ്റി ഇറക്കും. കീറേണ്ടട ഒക്കെ കീറി, നിന്റെ ആ പാരമ്പര്യത്തിൻ്റെ ഒരു ജാടയില്ലേ, അതിനെയൊക്കെ കുത്തി അങ്ങോട്ട് കീറി, എന്നിട്ട് നിന്റെ ഹൃദയം അങ്ങോട്ട് ഒരുക്കിയെടുക്കും. പ്രൈസ് ഗോഡ്. എന്തിനാ? നിന്റെ അകത്ത് വചനത്തിന്റെ വിത്ത് വിതയ്ക്കാനാ. ഈ വിതയ്ക്കുന്നിടത്ത് നടക്കുന്നൊരു കാര്യമാണ് പറയുന്നത്. ഗൗരവമുള്ളൊരു കാര്യം പറയാൻ പോകും. കർത്താവിന് സ്തോത്രം. വിതയ്ക്കാൻ പോകുന്നവൻ ഒരു വിത്ത് പോലും വഴി വീഴാൻ പാടില്ല. കാരണം പാഴ് വിത്ത് ഇതിനകത്തില്ല. ദൈവവചനത്തിനകത്ത് പാഴ് വിത്തില്ല, എല്ലാം വിലയുള്ള വിത്താ. വഴിയരികിൽ വീണതിനെ പറവകൾ പറന്നിറങ്ങി കൊത്തിക്കൊണ്ട് തിരിച്ചു പറന്നു. കുഞ്ഞെ, നിന്റെ അകത്ത് വലിയ നന്മ വെളിപ്പെടുത്തേണ്ട ചിലതിനെ നീ അറിയാതെ തന്നെ ദുഷ്ടൻ കൊത്തിക്കൊണ്ടുപോയി. ഇന്ന് പകൽ ദൈവാത്മാ പറയുക, ചിലതിന് പറന്നിറങ്ങാൻ പറ്റാത്ത രീതിയിൽ, ചില ദുർശക്തികൾക്ക് നിന്റെ അനുഗ്രഹത്തെ എടുത്തോണ്ട് പോകാൻ പറ്റാത്ത പോലെ ദൈവം ചിലതിന് വേലി കെട്ടട്ടെ. നീ വിടുവിക്കപ്പെടാൻ മറ്റൊന്നിനും ശ്രദ്ധ വെക്കണ്ട, ബൈബിളിൽ മാത്രം ശ്രദ്ധ വെച്ചാൽ മതി. ഒരാമീൻ പറഞ്ഞാട്ട്. ഇത് മുറുകെ പിടിക്കുന്നവന്റെ ജീവിതം അത്ഭുതം. ബൈബിളിനകത്തെ ഒറ്റ വാക്യം. ചില പിള്ളേർ കണ്ടില്ലയോ, ചൂയിങ്ങൻ രാവിലെ 7:30 ഇട്ടാൽ രാത്രി 9:30 ആകുമ്പോൾ ചൂയിങ്ങൻ തന്നെ വൈകിട്ടെന്ന് പറയാം, ഇറക്കി വിടും, വിട്ടുകയല്ല. ഓറി അത് നാക്കിനടി കേട്ടിട്ട് ചോറുണ്ടെന്ന് പിള്ളേരുണ്ട്. ഉണ്ട് കഴിയുമ്പോൾ പിന്നെ തുടങ്ങും. ഇതുപോലെ വേണം വചനം കിട്ടിയാൽ അത് വായിക്കകത്തിട്ട് അനുഭവിക്കണം. എന്നോട് ദൈവം പറയാ, വചനം എന്ന വിത്ത് നിന്റെ അകത്തുനിന്ന് മുള പൊട്ടാൻ പോവുക. നീ നിന്ദിക്കപ്പെടുത്തൊക്കെ ഈ വചനം നിന്റെ തലയെ ഉയർത്തിക്കും. നീ പരാജയപ്പെടുത്തൊക്കെ ഈ വചനം നിന്നെ ഉയർത്തിക്കും. നിന്റെ അറിവില്ലാതെ പറന്നിറങ്ങുന്ന ദുഷ്ടശക്തിയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, ഇനി അതിന് ഇറങ്ങാൻ പറ്റത്തില്ല. ഒന്നുകൂടെ 15-ാമത്തെ വാക്യം വായിക്കും, ശ്രദ്ധിച്ചേ. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ടയുടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. നോക്ക്, ഈ കേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു വൈബ്രേഷൻ അടിക്കും. ഈ വചനം കേൾക്കുന്ന തന്നെ പെട്ടെന്ന്, ഓ ഇനി മദ്യപിക്കത്തില്ല. 3 മണിക്കൂർ കഴിയുമ്പോൾ എഫക്റ്റീവ് പോകും. സ്നാനപ്പെടാൻ കൈപൊക്കി, പിറ്റേന്ന് ബാറി ബിയർ അടിക്കുന്നു. അവനെ കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ദുഷ്ടൻ. ശ്രദ്ധിച്ചു കേട്ടെ, നിന്റെ അകത്ത് വീഴുന്ന വചനം മറ്റൊരാൾ കൊത്തിക്കൊണ്ട് പോകരുത്. അടുത്തത് ശ്രദ്ധിച്ചു കേട്ടെ. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ടയുടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. ഈ ചിലരെ വചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ബ്രദറേ, ഓ എന്നെ ഭയങ്കര ദൂതായിരുന്നു, ഇനി ഞാൻ ഈ കൂട്ടായ്മ തന്നെയാ. പക്ഷെ അവർക്ക് എന്തോ ഇല്ല. കേട്ടോ അടുത്ത. വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിലിടറിപ്പോകുന്നു. ആരാണ് ചോദിച്ചാൽ ഇനി അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് പിന്നെ കാണുകയില്ല. മനസ്സിലായില്ല? വേരില്ലാത്തോണ്ട് ആ പുള്ളി എന്തോ ചെയ്തു. അടുത്തത്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും. നിന്റെ അറിവില്ലാതെ നീയിട്ട വിത്തിനെ ആമി നിന്റെ അറിവില്ലാതെ മറഞ്ഞിരുന്ന് ആമി കൊത്തി തിരിച്ചു പറക്കുന്ന ചില ശക്തികളുടെ മേൽ കർത്താവ് നിനക്ക് ജയം തരും. കൊത്തി പറന്നതിനെ തിരിച്ചു തരാൻ കഴിയുമെന്നവനാ ഞാൻ സേവിക്കുന്ന ദൈവം. ആരാധിക്കുമ്പോൾ നിനക്ക് തന്നെ നിന്റെ ജീവിതത്തിൽ വീണ കുരുക്കിന്റെ രഹസ്യം വെളിപ്പെടും. ആമി വെളിപ്പെടുക മാത്രമല്ല, ഇന്ന് നീ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തിരിക്കുന്ന വിഷയത്തെ ആരാധനയിൽ വിടുതൽ ഏറ്റെടുത്തിരിക്കും. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യാം. വസ്തുക്കൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന ആഭിചാരങ്ങൾ, തലമുറകൾക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ദുർവ്യാപാരങ്ങൾ ഇന്ന് പകരത്തെ ആരാധനയ്ക്കകത്ത് എൻ്റെ ദൈവം അഴിച്ചുവിടുക. അമേരിക്കയിലുള്ള
ഒരു പെങ്കൊച്ചിന് വേണ്ടി ഒരിക്കൽ ഒരു വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ പോയി. 34 വയസ്സുണ്ട്. ഗ്ലോറി. അവിടെ തീരുമാനം കല്യാണം കഴിക്കത്തില്ലെന്നാ. കാരണം അവരുടെ ഫ്രണ്ട്സ് എല്ലാം കല്യാണം കഴിക്കാത്തവരാ. അമേരിക്കൻ സിസ്റ്റം. അപ്പം ഞങ്ങളവിടെ പ്രാർത്ഥിക്കാൻ പോയി. ഗ്ലോറി. പ്രാർത്ഥിച്ചപ്പം ദൈവം പറഞ്ഞു, ഞങ്ങൾക്ക് നേരല്ല, പക്ഷേ 7 ദിവസം ഈ വീട്ടിൽ പ്രാർത്ഥിക്കണം. ഗ്ലോറി. ഇപ്പം അവരുടെ പാസ്റ്ററും കുറച്ച് പേരും വന്ന് 5 ദിവസം പ്രാർത്ഥിച്ചു. 5-ാമത്തെ ദിവസം ആയിസ് കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ മോള് അപ്പന് മെയിൽ അയച്ചു, ജീസസ് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാ. ഗ്ലോറി. അപ്പൻ കല്യാണം ആലോചിച്ചു, ജീസസ് ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാ. ചോദ്യം, ഈ 10 കൊല്ലം വേണ്ടാന്ന് പറഞ്ഞ ഇവള് തന്നെ വേണമെന്ന് പറയാൻ കാരണം എന്നാ? 7 ദിവസത്തെ പ്രാർത്ഥന ഫലിച്ചപ്പം കാര്യങ്ങൾ തിരിയാൻ തുടങ്ങി. ഇനിയും ദൈവത്തിൻ്റെ സന്ദേശം നിന്നോട് പറയാം, മറഞ്ഞു കിടക്കുന്നതെല്ലാം ഇന്ന് വെളിപ്പെടും. അനുബ്രതനെല്ലാം വെളിപ്പെടുമെന്നല്ല, നിങ്ങൾക്ക് ഓരോരുത്തവർക്കും വെളിപ്പെട്ടു തരും. നിങ്ങൾക്ക് ഓരോരുത്തവർക്കും വെളിപ്പെടും. 5 വർഷം മുമ്പ് നിനക്ക് വീണ കുരുക്കിന്റെ രഹസ്യം നിനക്ക് ദൈവം വെളിപ്പെടുത്തും. എനിക്കറിയാം, ഹോളി സ്പിരിറ്റ് എന്നോട് പറയുന്നു, ഇന്ന് പകൽ തലപൊക്കുന്ന ചിലതിനെ ചവിട്ടിക്കളയാനും ചിലതിനെ ശാസിക്കാനും ഗൗരവമുള്ള നിയോഗം നിന്റെ കുടുംബത്തെ തച്ചുടയ്ക്കാൻ നോക്കുന്ന എല്ലാ ദുർവ്യാപാരത്തോടും പരിശുദ്ധാത്മാവി വിളിച്ചു പറയണം, അതിന്മേൽ ജയം സംഭവിക്കും. 3-ാമത്തെ കാര്യം, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന്. ഇങ്ങോട്ട് നോക്കാം. 3-ാമത് മുള്ളിനിടയിൽ വീണ വിത്ത്. വിത്ത് പൊങ്ങി വരുമ്പോൾ മുള്ളൊന്നും പറഞ്ഞില്ല, പക്ഷേ വിത്ത് കിളുത്ത് മേപ്പോട്ട് പൊങ്ങിയുമ്പോൾ മുള്ള് കയറി ഞെരുക്കി. അതിന്റെ വ്യാഖ്യാനം കേട്ടോണം. വായിച്ചേ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകള്, ഇഹലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചനയും. അപ്പം ചിലർ ഈ വചനത്തിൽ നിൽക്കാത്തതിൻ്റെ കേസുണ്ട്. ഞങ്ങൾ ഇച്ചിരി കള്ളത്തരമൊക്കെ കാണിച്ചാ ജീവിക്കുന്നേ. ഞങ്ങൾ ഈ വചനമൊക്കെ കേൾക്കാൻ വന്നാൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വചനം നിമിത്തം അല്ലെങ്കിൽ ചിന്തകൾ നിമിത്തം വചനമകത്ത് ഞെരുങ്ങിപ്പോവും. ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത, വചനം കേൾക്കുമ്പം ഒരാളുടെ ചിന്ത മാറും, സ്വഭാവം മാറും. ഈ എത്ര വചനം കേട്ടും സ്വഭാവം മാറുന്നില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എന്ത് മാറണം? സ്വഭാവം മാറണം എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഇപ്പം ചെല്ലു മനസ്സിലിരിക്കുക, എന്നാലും അപ്പോൾ എൻ്റെ ഭാര്യയുടെ സ്വഭാവം എന്താ മാറാത്തത്? അതിനുത്തരവാണ് പറയുന്നത്. വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ മഴക്കുണ്ടാക്കുമായിരുന്നു, ഇപ്പോഴും മഴക്കുണ്ടാക്കും. ശ്രദ്ധിച്ചു കേട്ടെ, ഇവിടെ വാക്യത്തിലേക്ക് വരുന്നു. കർത്താവിന്റെ സ്തോത്രം. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചേ. ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. അടുത്തത്, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ. ഞാൻ സത്യം പറയാ, വചനത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും. വചനത്തിൽ മാത്രം മുറുകെ പിടിക്കുന്നവൻ വിശ്വസിക്കാൻ പറ്റാത്ത വഴി ദൈവം തുറന്നു കൊടുക്കും. ഇനി നമ്മൾ വായിച്ച പ്രസംഗ ഭാഗത്തേക്ക് വരിക. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കുമാറുണ്ടോ? ഉണ്ടോ. വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? ഈ വേദോസത്തിൽ 3 വിളക്ക് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 1, പറയുടെ കീഴിൽ. 2, പാത്രത്തിൻ്റെ കീഴിൽ. 3, കാട്ടുകീഴെ. ബൈബിളിൽ 3 കിടക്കുക. പറയുടെ കീഴെ വെക്കാൻ പാടില്ല. 3 വ്യാഖ്യാനിക്കാം. പറ എന്താ? നെല്ലിളക്കുന്ന. നെല്ലെന്താ? ധനമാ. നിന്റെ വിളക്ക് ധനത്തിൻ്റെ കീഴെ കെട്ടുപോകരുത്. ഓ, ഞങ്ങളുടെ ഒന്നുമില്ലായ്മയുടെ കാലത്ത് എന്നും ആരാധനയായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ വിളക്ക് പോലും അവിടെ ഇല്ല. നീ എത്ര കോടീശ്വരനായെന്നല്ല ചോദ്യം, നിന്റെ വിളക്ക് തണ്ടിന്മേലാണോ? ഞാൻ ഒരിക്കൽ ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയേ.
പ്രസംഗിക്കാൻ പോയപ്പം ഞാൻ ഒത്തിരി പേര് ഇരിക്കുക. അപ്പോൾ ഞാൻ ഭയങ്കര പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കി ഒരു മനുഷ്യനെ എഴുന്നേറ്റ് ജീസസ് തലയുടെ മുടി ഉഴപ്പിപ്പോയത് ഇങ്ങനെ ചെയ്യുക. ഹല്ലേലൂയ. ബൈബിളിനകത്തൊരു കണ്ണാടിയൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ ഞാൻ താകർപ്പം പ്രസംഗമാണ്. അപ്പം ഞാനിത് കണ്ടെന്ന് അതിന് സംഘാടകർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്നെ തോണ്ടിയിട്ട് പറഞ്ഞു ഒന്നും. ഞാൻ ചോദിച്ചേനാ പോകാൻ നേരത്ത് നല്ല കവർ കൊടുക്കുന്ന ആളാണ് ഇങ്ങനെ. എടാ ആരാധനയ്ക്ക് ഇന്ന് മുടി ചിക്കുന്ന ഇവൻ്റെ കവർ മാറ്റാൽ തന്നെ നമ്മുടെ ജീവിതം തയ്യാറത്തില്ലയോ? ഇപ്പം ഞാൻ ഞാൻ ഇന്ത്യയെ പ്രസംഗിച്ചിട്ടുണ്ട്, ഗൾഫിൽ പ്രസംഗിച്ചിട്ടുണ്ട്, അമേരിക്ക പ്രസംഗിച്ചിട്ടുണ്ട്, പല രാജ്യത്ത് പ്രസംഗിച്ചിട്ടുണ്ട്, പല അവതാരത്തെയും പല ജന്മത്തെയും കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു തന്നെ ഇന്നാ കാണുന്നത്. ഇത്രയും വചനം കേട്ടിട്ടും അവനിരുന്ന് യോഗത്തിൻ്റെ മുടി ചെയ്യുക. പോട്ടെ സതി, എന്നാ കാര്യം? നിന്റെ വിളക്ക് ധനത്തിൻ്റെ കീഴിൽ അമരരുത്. ചിലർക്കൊക്കെ ഒരു ചെറിയ മോഹമുണ്ട്, പൈസ കൊണ്ട് ഊതീഷുമാരെല്ലാം പുറകെ നടക്കുന്നു, വെറുതെയാ. ശുശ്രൂഷ ഉള്ളവരുടെ പുറകെ ഏത് പൈസയുള്ള ആളും വരും. പണമല്ല ശുശ്രൂഷയുടെ രഹസ്യം, പ്രാർത്ഥനയാ. അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, ഒരു ശുശ്രൂഷകന്മാരും ഒരു വിശ്വാസിയും ഒരു ബിസിനസ്സുകാരും പണത്തിൽ പുകഴില്ല. നിന്റെ ആത്മിക വിളക്കിൽ സന്തോഷിച്ചോണം. 2, വിളക്ക് പാത്രത്തിന്റെ കീഴിൽ വെക്കരുത്. വിളക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പാത്രത്തിന്റെ കീഴിൽ വെക്കരുത്. പാത്രം എന്തിനാ? ആഹാരം കഴിക്കാൻ. 365 ദിവസം ഭക്ഷണം കഴിച്ച് വയറ് വീർപ്പിച്ച വിളക്ക് കേടും. അതിന് പ്രത്യേകിച്ച് പ്രവചനമൊന്നും വേണ്ട. വല്ലപ്പോഴൊക്കെ പാത്രം കമത്തിച്ച് വിളക്കെടുത്ത് മേളി വെക്കണം. ഒന്ന് ഉപവസിക്കണമെന്ന് വല്ലപ്പോഴും ഈ വിളക്ക് കത്താൻ. 3, വിളക്ക് കത്തിച്ച് കട്ടിലെന്തിനാ? ഉറങ്ങാൻ. രാത്രി 11 മണി മുതൽ രാവിലെ 11 മണി വരെ ഉറങ്ങുന്നവൻ്റെ ജീവിതം എന്തോ? പ്രഭാത പ്രാർത്ഥന ഇന്ന് വീടുകളിലില്ല. എന്താ കാര്യം? മോൻ രാവിലെ 9:30 എഴുന്നേക്കുന്നു. പിന്നെ ബികോന് പഠിക്കുന്ന മോളും രാവിലെ 8:30 എഴുന്നേറ്റ്. ആ മോള് പ്രസവിച്ചൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് ഉച്ചയ്ക്ക് 3 മണിക്ക് എഴുന്നേക്കും. എൻ്റെ കുഞ്ഞു വാവയല്ലേ എന്നാൽ അത് രാവിലെ 10 മണിക്ക് എഴുന്നേറ്റാ മതി എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് പ്രസവിക്കുമ്പോൾ അവിടെ കൊച്ച് 12 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ. അന്നേരം നീ ബ്രദറെ പോരാട്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിന്റെ പലർക്കും ബ്രദറെ ഇന്ന് ഭയങ്കര ബിസിയാണ്, പ്രാർത്ഥിക്കാൻ ഒട്ടും സമയമില്ല, 12 മണിക്കൂർ ഉറങ്ങി. ഇങ്ങോട്ട് നോക്ക്, വിളക്ക് നിന്റെ ഉറക്കത്തിൽ കെടരുത്. ബൈബിൾ വായിക്കുന്നു, അവിടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നില്ല. ഇന്ന് പകലും ദൈവാത്മാവി വിളിച്ചു പറയാം, ധനത്തിന്റെ കീഴെ വിളക്കണഞ്ഞു പോയെങ്കിൽ അത് തണ്ടിന്മേൽ വരട്ടെ. പാത്രത്തിന്റെ കീഴെ വിളക്കണഞ്ഞു പോയാൽ അത് തണ്ടിന്മേൽ വരട്ടെ. പരിശുദ്ധാത്മാവി ഞാൻ വിളിച്ചു പറയാം, നിന്റെ വിളക്ക് കെട്ടുപോകരുത്, അത് തണ്ടിന്മേൽ വെളിപ്പെടട്ടെ. അകത്ത് വരുന്നവനത് പ്രകാശമാ. കൈ ഇങ്ങോട്ട് പിടിച്ച്. എത്ര നാൾ കൊണ്ട് ഈ കൈ പൊങ്ങത്തില്ല? 6 മാസമായി. 6 മാസമായി കൈ പൊങ്ങത്തില്ല. യേശു ചെയ്യാൻ പോവാ. കണ്ണ് തുറന്ന് നോക്കി നിന്നോ. യേശുവിൻ്റെ കരം ഇവളെ തൊടുകയാ, സൗഖ്യമാക്കുന്ന കരം. ഇനി ഒന്ന് മെല്ലെ നിന്നെ. അങ്ങനെ തന്നെ പിടിച്ചോണം കൈ. ആ കൈ മേപ്പോട്ട് പൊങ്ങട്ടെ. പൊങ്ങട്ടെ, 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 ഇനിയും പൊങ്ങട്ടെ. ഇപ്പൊ പൊങ്ങിയോ? ഒന്നുകൂടെ താത്തിട്ടെ, പിന്നെയും പൊക്കിക്കേ, പിന്നെയും താത്തിട്ടെ, പിന്നെയും പൊക്കിക്കേ. ഇപ്പൊ പൊങ്ങിയോ? 6 മാസം കൊണ്ട് പൊങ്ങാതിരുന്ന കയ്യെ കർത്താവ് പൊക്കി. ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ? മുഴങ്കാലിലൊന്ന് നിൽക്കുക, 2 കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന്
അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക. അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം. ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ, കടഭാരങ്ങൾ, കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ്. ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ്. അങ്ങ് അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ്. ആമി, ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മെനാണ് ഹോൾ, എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്റർ തിരുവല്ല, എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴയിൽ. നിങ്ങൾ വരിക, നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും വചനം എത്തിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ? 24 മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.